ധനാപഹരണം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് മലബാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി.ടി. രസിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. കോടീശ്വരം ക്ഷേത്രം, പാലക്കുളങ്ങര ധർമ്മശാസ്താ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ധനാപഹരണം നടത്തിയതായാണ് പരാതി. കൂവോട് കോടേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് 2.51 ലക്ഷം രൂപയും പാലക്കുളങ്ങര ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് 1.99 ലക്ഷം രൂപയും അനധികൃതമായി പിൻവലിച്ചുവെന്നാണ് പരാതി. ക്ഷേത്ര ജീവനക്കാർ തന്നെയാണ് പരാതി നൽകിയത്. കാസർഗോഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. കോടേശ്വരം ക്ഷേത്രത്തിന് 2 തവണയായി അനുവദിച്ച ജീർണോദ്ധാരണ ഗ്രാന്റ് തുക 1,40,40,600 രൂപ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അരിമ്പ്ര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഭണ്ഡാരത്തുകയിൽ 12,460 രൂപയും 14,131 രൂപയും ബാങ്കിൽ അടച്ചില്ലെന്നും കണ്ടെത്തി. ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശികയ്ക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ അപേക്ഷ സമർപ്പിച്ചില്ലെന്നും വാങ്ങി നൽകിയില്ലെന്നും പരാതി ഉയർന്നു. അന്വേഷണ വിധേയമായാണ് പി.ടി. രസിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ക്ഷേത്രങ്ങളുടെ ചുമതല നൽകുവാനും ഉത്തരവായിട്ടുണ്ട്. വേളം ഗണപതി ക്ഷേത്രം, കോടേശ്വരം ക്ഷേത്രം, പാലക്കുളങ്ങര ധർമ്മശാസ്താ ക്ഷേത്രം, അരിമ്പ്ര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം, വെള്ളാവക്കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം, കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം, പരിയാരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിങ്ങനെ ഇദ്ദേഹത്തിന് ചുമതലയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.